സംസ്ഥാനത്ത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന പന്തളം നഗരസഭയിൽ LDF വിജയിച്ചിരിക്കുകയാണ്. ഇവിടെ മുട്ടുകുത്തിച്ചിരിക്കുന്നത് BJP ആണ്. എനിക്കൊപ്പം നിൽക്കുന്ന ഇവരാണ് LDFിൻ്റെ വിജയ ശില്പികളാണ് എനിക്കൊപ്പം ഉള്ളത്. വലിയ സന്തോഷമാണ് ഇവിടെ BJP തോൽപ്പിക്കാൻ സാധിച്ചതില്ലേ? അതെ 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 കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് BJP പന്തളം മുനിസിപ്പാലിറ്റിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭരണം നമുക്ക് ഓർമ്മിക്കാൻ പോലും കഴിയുന്നല്ല. പന്തളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മിക്കാൻ പോലും കഴിയുന്ന ഒന്നല്ല. കാരണം ഈ നാട്ടിൽ പരസ്പരം ചീത്ത വിളിച്ചു, ഈ മുനിസിപ്പൽ ഹാളിനുള്ളിൽ പരസ്പരം ചീത്ത വിളിച്ചും ഈ നാടിനെ അപമാനിച്ചും ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം അട്ടിമറിച്ച് നടത്തിക്കൊണ്ടാണ് ഇവരുടെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ അയ്യപ്പൻ്റെ പേരിൽ വന്നതാണ് ഇവിടെ. അയ്യപ്പൻ്റെ പേരിൽ ഭരണത്തിലേക്ക് വന്നതാണ്. പക്ഷേ അയ്യപ്പനെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് പന്തളത്ത് നടത്തിക്കൊണ്ടിരുന്നത്. ബസ് സ്റ്റാൻഡ് വേണതോടെ അത് പൂർത്തീകരിക്കാൻ പോലും അത് പറ്റിയിട്ടില്ല. ഒരു വാഹനം പോലും ഇവിടെ കയറിയിട്ടില്ല. ഇറച്ചിക്കടയ്ക്ക് പെയിൻ്റ് അടിച്ച് അയ്യപ്പൻ്റെ പേരും വെച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡും വലിയ മാമാങ്കമായിട്ടാണ് നടത്തിയത്. ഇതെല്ലാം പന്തളത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പോലും അവിടെ കയറാനൊക്കത്തില്ല. അതാണ് പന്തളത്തെ വികസനം എന്ന് പറയുന്നത്. വലിയ മാമാങ്കമായിരുന്നു അതിന് വേണ്ടി നടത്തിയിരുന്നത്. BJPയുടെ പന്തളത്തിലെ ഭരണത്തിന് നിങ്ങൾ അറുതി വരുത്തിയിരിക്കുകയാണ് അല്ലേ? ഞാൻ ആറന്മുള ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ചാണ് വന്നിരിക്കുന്നത്. ആറന്മുള ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയാണ്. എന്നിരുന്നാൽ പോലും പന്തളത്ത് നമ്മൾ കാണുന്ന വർഗീയ ശക്തികളുടെ അഴിഞ്ഞാട്ടം, വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് പാവം ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ട് വോട്ട് പിടിക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ നിരന്തരമായിട്ട് അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതിലൊരു മാറ്റം ഉണ്ടായതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. തിരിച്ചടി BJPക്ക് അല്ലേ? തിരിച്ചടി തീർച്ചയായിട്ടും കനത്ത തിരിച്ചടിയാണ് BJPക്ക് കൊടുത്തത്. ഈ പന്തളത്തെ ഒരു ഭരണസമിതി എന്ന് പറയുന്നത് മനുഷ്യനെ ഒത്തിരി ചുറ്റിച്ച് ഒത്തിരി കഷ്ടത്തിലാക്കി ഒരുപാട് പ്രതിസന്ധിയിലാക്കിയ ഒരു ഭരണമാണ് BJP ഇവിടെ നടത്തിയത്. BJPക്കെതിരെ പറയുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടം തന്നെയായിരിക്കുമല്ലോ നിങ്ങൾ പ്രചരണം? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്കെല്ലാം അത് ഗുണപ്പെട്ടിട്ടുണ്ട്. പൂർണ്ണമായും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് 35 വയസ്സിനും 60 വയസ്സിനിടയിലുള്ള സ്ത്രീകൾക്ക് ഉള്ള ക്ഷേമ പദ്ധതികളും കുട്ടികൾക്കുള്ള ക്ഷേമ പദ്ധതികളും അതെല്ലാം ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ വാർഡിൽ വിജയിക്കുന്ന കാര്യത്തിൽ വലിയ സഹായം ചെയ്തിട്ടുണ്ട്. ചെങ്കൊടി പറപ്പിച്ചു കാണാം. ഇത് തീർത്തും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. ഇത്രയും നെറിയേട് പന്തളത്തെ ജനങ്ങളോട് കാണിച്ച ഒരു ഭരണസമിതിയെ തൂത്തെറിയാന്ന് പറഞ്ഞത് പന്തളത്തെ വോട്ടർമാർ, അഭിമാനബോധമുള്ള വോട്ടർമാർ ചെയ്ത വളരെ ആവേശകരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ കൂട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ രാഷ്ട്രീയ അജണ്ടകളും ജനക്ഷേമ പദ്ധതികളും അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലായിട്ടുള്ളത്. പന്തളത്തെ ജനങ്ങളെ അവർക്ക് പറ്റിയ ഒരു തെറ്റ് അത് തിരുത്താനും പന്തളത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കൊണ്ടുവരാനും അതുവഴി ഈ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നല്ല കാര്യങ്ങൾ ജനക്ഷേമ പദ്ധതികൾ പന്തളത്ത് കൊണ്ടുവരുന്നതിനും ഇത് സഹായമാകുമെന്നാണ് ഞങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും ഈ പ്രവർത്തനോടെ ചേരുകയാണ്. പന്തളത്ത് BJPയെ മുട്ടുകുട്ടിച്ച് എന്താ പറയാനുള്ളത്? 100% അങ്ങനെ തന്നെയാണ്. സന്തോഷമാണോ? സന്തോഷമാണ്. വലിയ ഒരു പ്രകടനത്തിനായി ഒരുങ്ങുകയാണ്. എന്താ പറയാനുള്ളത്? ഏറ്റവും കൂടുതൽ സന്തോഷം പന്തളത്തെ വർഗീയ ശക്തിയെ മുട്ടുകുത്തിക്കാൻ സാധിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷം. എന്താണ് ചേച്ചി പറയാനുള്ളത്? ഏറ്റവും വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങൾ സ്ഥാനാർത്ഥി ജയിച്ചതിൽ. അതാണ് പന്തളത്തെ LDF പ്രവർത്തകരാണ്. ഇവർ വലിയൊരു പ്രകടനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ചേച്ചി എന്തോ പറയാനുണ്ട്? പറഞ്ഞോ. വളരെ സന്തോഷം. കാരണം അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് നമ്മുടെ ഈ പന്തളം മുനിസിപ്പാലിറ്റി ഇത്രയും അഴിമതി കാഴ്ചവെച്ച് അതിൽ നിന്ന് നമുക്ക് LDFന് തിരിച്ച സീറ്റ് വൻ നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ സാധിച്ചാൽ വളരെയധികം അഭിമാനവും സന്തോഷവും. തൊട്ടപ്പുറത്ത് കുളനടയും BJPക്ക് നഷ്ടമായി. അതെ, ഇവിടെ ഒരു അഴിമതി ഭരണം നടത്തിക്കൊണ്ടിരുന്ന BJPയെ തുടർച്ച ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്ത് വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ LDF കാഴ്ചവെച്ചിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് കുളനടയിലും BJP തോറ്റു. നിങ്ങളൊക്കെ വലിയ ആവേശത്തിലാണെന്ന് തോന്നുന്നില്ലേ? അത് തന്നെയാണ് പ്രവർത്തകരുടെ ആവേശം. BJPയുടെ ഭരണത്തെ ഇവിടെ കുത്തിക്കാൻ പറ്റി. അതിനോടൊപ്പം തന്നെ LDFന് വലിയ വിജയം പന്തളത്തെ ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിലൊക്കെ BJP ഒരു രാഷ്ട്രീയമായുധമാക്കുവാൻ പ്രചരണത്തിന് ഉപയോഗിച്ച പന്തളം നഗരസഭയിലെ ഭരണമായിരുന്നു. ഇപ്പോൾ പന്തളം നഗരസഭ BJPക്ക് നഷ്ടമായിരിക്കുകയാണ്. പന്തളത്തിന് തൊട്ട് സമീപത്താണ് കുളനട ഗ്രാമപഞ്ചായത്ത്. ജില്ലയിൽ BJP ഭരിച്ചിരുന്ന കവിയൂർ ഗ്രാമപഞ്ചായത്ത് നഷ്ടമായി. ചെറുകോൾ ഗ്രാമപഞ്ചായത്ത് ഇതൊക്കെയും ഇടതുപക്ഷത്തിൻ്റെ ആണ് അധികാരത്തിലെത്തിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കൊണ്ടുമേടൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.